ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കുറേ ഇവിടെ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ എല്ലാവരും കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്താ വ്ളോഗും ചെയ്യാറില്ല, ഇപ്പോൾ എന്താ വ്ളോഗും ചെയ്യാറില്ല എന്നൊക്കെ. ഞാൻ കുറച്ച് ദിവസമായിട്ട് കുറച്ച് നല്ല തിരക്കിലായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഇങ്ങനെ ഒരു കോഴിക്കോട് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്ത് അവിടെ കിട്ടി. 2 മാസത്തെ കോഴ്സൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം മടിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ കുറേ ചെയ്യാതിരുന്നു. പിന്നെ ഇപ്പം എല്ലാവരും ഇങ്ങനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ എന്താ ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് വീണ്ടും തുടങ്ങിയതാണ്. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു മിനിയൂട്ടിയിലേക്ക് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. മിനിയൂട്ടി എന്ന് പറയുമ്പോൾ മിനിയൂട്ടിയിൽ നിന്ന് എത്തിയിട്ടൊന്നുമില്ല കേട്ടോ മിനിയൂട്ടിക്ക്. കാരണം നമ്മൾ ആ നേരം വേറെ ഏതൊക്കെയോ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതായത് കരിയത്തുംപാറ, പിന്നെ കക്കയം ഡാം, അച്ചൂരം അങ്ങോട്ടൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു മിനിയൂട്ടിക്ക് പോകാൻ പറ്റാത്തതിന് പേരിൽ. അപ്പോൾ പോയത് ഇവിടുന്ന് ഒരു 6 മണിക്കാണ് പോകാനുള്ള പ്ലാൻ ഇട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ 6 മണിന്ന് പറഞ്ഞിട്ട് 6 മണിക്കൊന്നും പോയിട്ടില്ല. ഒരു 7 മണിയൊക്കെ ആയിരുന്നു ഇവിടുന്ന് പുറപ്പെട്ടപ്പോൾ. നമ്മളിവിടുന്ന് 6 മണിന്ന് പറയുമ്പം 6 മണിക്കൊട്ട് എണീക്കണത് തന്നെ. അങ്ങനെ വേഗം എണീച്ച് എല്ലാം കഴിച്ച് ഒരു ബസ് ഒരു നമ്മളെ നാട്ടിൽ നിന്നൊരു 6 മണിക്ക് തന്നെ പോകും. പക്ഷെ നമ്മൾക്ക് പെട്ടെന്ന് KSRTC കിട്ടിട്ടോ. ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം പെട്ടെന്ന് എന്തോ തിരക്കിലായിരുന്നു. അപ്പോൾ കാരണം അവിടെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ട്രാവലറിൻ്റെ ഉള്ളിൽ നിന്നിട്ടുള്ള വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ നമ്മളൊരു 26 ആൾ പോകുന്നൊരു ട്രാവലറിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലെ ഒരു ഹോട്ടലിൽ കയറി കേട്ടോ. ഹോട്ടലിൽ കയറിയപ്പോൾ മസാല ദോശയും ഉഴുന്നവടയും അങ്ങനെ പല ഐറ്റംസും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ 3 ഉഴുന്നവടയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അപ്പോൾ ഉമ്മാമ കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയതിൻ്റെ പേരിൽ കുറച്ച് ദിവസമല്ല കുറേ ആയിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ നമ്മൾ കൂടുതൽ പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കാറ്. അപ്പോൾ അവിടുന്ന് മസാല ദോശയും ഇതൊക്കെ ആയിട്ട് കഴിക്കും, ബിരിയാണിയൊക്കെ ആയിട്ട് കഴിക്കും. അപ്പോൾ നമുക്ക് മസാല ദോശ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും വേണ്ടിയായിരുന്നു. അങ്ങനെ ഇതൊക്കെ നമ്മുടെ കൂടെ വന്ന വന്നവരാണ് കേട്ടോ. നമ്മുടെ ഉമ്മാൻ്റെ ഫ്രണ്ട്സുമായിട്ടാണ് നമ്മൾ ടൂർ പോയത്. ഈ വന്നവരൊക്കെ ഇത് നമ്മുടെ വണ്ടി ഡ്രൈവറാണ്. അങ്ങനെ നല്ല വലിയ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. നല്ല സെറ്റപ്പൊക്കെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ്. അപ്പം ഞാനിത് ഈ 3 ഇതിനോടെയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. അതിൽക്ക് ഒരു ചട്നി ഉണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഈ ഉഴുന്നുവടയും ചട്നിയും കൂടെ കഴിക്കുന്നത്. ചിലപ്പോൾ മസാല ദോശ ഒക്കെ വാങ്ങുമ്പോഴൊക്കെ ചിലപ്പം ഉഴുന്നുവട ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളൊരു തോണിക്കടവ് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. ഇതൊരു റിസോർട്ട് മോഡലൊരു സ്ഥലമാണ് കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ മുമ്പൊരു റിസോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അതുപോലെ ഉണ്ട് തോന്നിയത്. ഒരു പക്ഷെ കോട്ടക്കുന്നൊക്കെ പോലത്തെ ഒരു സ്ഥലമാണ്. അത്രയ്ക്ക് നല്ല സീനുണ്ട് ഇവിടെ. ഒരുപാട് തടാകങ്ങളും പിന്നെ ചെടികളും എല്ലാം കാണുന്നുണ്ട്. നടന്ന് ഒരുപാട് നടക്കാണ്ടിട്ടോ. പിന്നെ നല്ല വെയിലും കാര്യങ്ങളും അതും ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. എല്ലാവരും കൂടി ഇങ്ങനെ നടക്കുമ്പോൾ വേറെ രസമാണ് കേട്ടോ. ഇതാ ചെടികൾ കണ്ടിട്ട് നല്ല നല്ല രസമുണ്ട്, നല്ല വ്യൂ ഉണ്ട് ഇട്ടപ്പോഴൊക്കെ.
ഒരുപാട് ചെടി ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇവിടുന്ന് കുറേ സ്റ്റെപ്പ് കയറാണ്ട് കേട്ടോ. സ്റ്റെപ്പ് കയറി നമ്മൾ കാല് കയറി അത്രയും കയറാണ്ട്. പിന്നെ അവിടെ കയറി നിൽക്കുമ്പോൾ നല്ലൊരു ലൈറ്റ് ഹൗസിൽ നിൽക്കണ പോലെ കേട്ടോ. ഭയങ്കര രസമാണ്. കാരണം ഒരുപാട് റൗണ്ട് അടിക്കാണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ മുകളിലാണ്. ഇവിടെയൊക്കെ നിന്നാൽ ഭയങ്കര വൈബ് ഉണ്ട് കേട്ടോ. കുറേ തടാകങ്ങളും ഒക്കെ കാണുന്നുണ്ട്. നല്ല സീനാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി സീനാണ്. ഞങ്ങളിവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. നമ്മളിപ്പോൾ താഴത്തേക്ക് ഇറങ്ങി പോകാൻ ഇടയ്ക്ക് കണ്ടിട്ട്. പിന്നെ നമുക്ക് ഒട്ടും ഒരു പക്ഷെ അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഉമ്മാൻ്റെ ഒക്കെ ഫോണൊക്കെ ഭയങ്കര ഹാങ്ങായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എൻ്റെ ഫോണാണെങ്കിൽ ഒരുപാട് നിറഞ്ഞു ചെയ്തിരിക്കണം. ഇവിടെയൊക്കെ നല്ല വ്യൂ ആണ്. അങ്ങനെ നമ്മൾ ഒരു കരിയത്തുംപാറ പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. കാരണം നമ്മൾ രണ്ടാമത്തെ ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ. കാരണം അതൊരു ചുരത്തിൻ്റെ മുകളിൽ കൂടെ ഒക്കെ നടക്കുന്നതാണ് കേട്ടോ. നടക്കല്ല, അങ്ങനെ വണ്ടി വിളിച്ച് പോവുകയാണ്. പക്ഷെ 50 കിലോമീറ്ററോളം പോവാണ്ട്. നമ്മളൊരു പക്ഷേ ഇതിൻ്റെ മുന്നേ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കണ്ടത് തന്നെയാണ്. അപ്പോൾ അത് കാരണം നമുക്കൊരു ചടപ്പ്. പോയവർ തന്നെ ഭയങ്കര കുഴഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്ക് ഇരുന്നു. പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിക്കണം നമ്മൾ എടുത്തില്ല. കാരണം അതൊരു പീഡിയക്കൊലായി പറഞ്ഞൊരു സ്ഥലം പോലെ ഇരുന്നിട്ടാണ്, ഒരു സ്ഥലത്ത് ഇരിക്കണ പോലെ ഇരുന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഉച്ചക്കത്തെ ഫുഡ് നല്ല ചിക്കൻ ബിരിയാണിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ പോയപ്പോൾ നമ്മൾ നിസ്കരിക്കാനൊക്കെ പോയി. അങ്ങനെ പിന്നെ അവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അതായത് കക്കായം പറഞ്ഞ സ്ഥലത്താണ് കരിയത്തുംപാറ ഉള്ളത്. അപ്പോൾ തൊട്ടടുത്തായതിൻ്റെ പേരിൽ നമ്മൾ കരിയത്തുംപാറ വന്നതാണ്. അവർ പോയപ്പോൾ വണ്ടിയിലിരുന്നിട്ടോ. വണ്ടിയിൽ സുഖമായിട്ട് കിടന്നൊക്കെ ഉറങ്ങി. അവർ വരുവോളം. അവരൊരു 4 മണിയാവാൻ നേരത്താണ് വന്നിരിക്കുന്നത്. മിനിയൂട്ടിക്ക് പോകാനുള്ള പ്ലാനിങ്ങിലായിരുന്നു നമ്മൾ വന്നത്. പക്ഷെ മിനിയൂട്ടിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. കാരണം അപ്പോഴേക്കും ഈവനിങ് ടൈം ആയി. ഇത് നമ്മുടെ ഈവനിങ് ടൈമിലെ വൈബാണ് കേട്ടോ. ഭയങ്കര രസമാണ് ഈവനിങ് ടൈമിൽ വൈബ്. നമ്മൾ ഇതിൽ കുറച്ച് കുടിക്കാനൊക്കെ ഇറങ്ങുന്നു കേട്ടോ. ഇവിടെ ഒരു തടാകമുണ്ട്. കുടിക്കാൻ ഇറങ്ങാനൊരു പ്ലാനിങ്ങിലായിരുന്നു. പക്ഷെ പറ്റിയില്ല. നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ വെള്ളത്തിൽ കളിച്ചത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നു. പക്ഷെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇവിടുന്ന് വേഗം വന്നിരുന്നു. ഇതിൽ ഞങ്ങൾ ഒരുപാട് കളിച്ചിട്ട് ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് അതൊന്നും വേണ്ട, അതിലിരുന്നാൽ മതി വെള്ളത്തിൽ. ഓരോ പെണ്ണുങ്ങൾ ഇരിക്കണ കണ്ടാല് എന്താടി
ഇവിടെ ഫുൾ പാറകളാണ് കേട്ടോ. ഇതിലുള്ള ചില കുട്ടികളൊക്കെ നമ്മളെ കൂടെ വന്നവരാണ് കേട്ടോ. നല്ല തണുപ്പുള്ള വെള്ളം ഉണ്ട് ഇതിൽ. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കി, വീകാനൊക്കെ പോയിരുന്നു കേട്ടോ. ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല മലകളും കുന്നുകളൊക്കെ കാണാം കേട്ടോ. നല്ല രസമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എനിക്ക് കുറച്ച് വിശന്നിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സ്ട്രോബെറി ഐസ്ക്രീമൊക്കെ മേടിച്ചിരുന്നു. ഇവിടെ കുറേ ഉപ്പിലിട്ട മാങ്ങകളും നെല്ലിക്ക, ക്യാരറ്റ്, അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പക്ഷെ ഞാനതൊന്നും കഴിച്ചില്ല കേട്ടോ. എനിക്ക് എവിടെ പോയാലും ഐസ്ക്രീം കേട്ടോ വേണ്ടത്. അപ്പം അങ്ങനെ അത് കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ബീച്ചിൽ പോകാനുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു, കോഴിക്കോട് ബീച്ചിൽ. പക്ഷെ അപ്പോഴേക്കും നമ്മൾ മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് നിസ്കരിക്കാൻ പോയപ്പോഴേക്കും നമ്മളവിടെ വിളിച്ച് നോക്കിയിരുന്നു. അപ്പോൾ വിളിച്ചപ്പോൾ അവിടെ നല്ല തിരക്കാണ്, ബ്ലോക്കാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ബീച്ചിൽ പോയില്ല. അങ്ങനെ എന്തായാലും നേരെ വീട്ടിലേക്ക് തന്നെ പോയിട്ടോ. ബീച്ച് അല്ലെങ്കിൽ ഈവനിങ്ങിലെങ്കിലും ഒന്ന് മിനി ഊട്ടി പോകാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. പക്ഷേ അവിടെ സമയം 5 മണി കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് തരില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ നമ്മുടെ പ്ലാന് വീട്ടിലേക്ക് തന്നെ ആക്കി. ഇനിയിപ്പോൾ രാത്രി എവിടെ പോയിട്ടും കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വീട്ടിലേക്ക് തന്നെ വിട്ട്. നല്ല പാട്ടും കളിയൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് പൊതുവേ ട്രിപ്പൊക്കെ പോകുമ്പം ഈ ട്രിപ്പൊക്കെ ഭയങ്കര എനിക്കിഷ്ടമാണ് കേട്ടോ. അതും ട്രാവലർ അല്ലെങ്കിൽ ബസ് ഇതിലൊക്കെ പോകാനാണ് ഇഷ്ടം. അങ്ങനെ നമ്മൾ വൈക്കൽ നിർത്തി ഈവനിങ്ങിൽ നൈറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി ഇങ്ങോട്ട് വരികയാണ് കേട്ടോ. പരപ്പനങ്ങാടി കഴിഞ്ഞിട്ട് ഒരു പുഴ ഉണ്ട്. പുഴേൻ്റെ പേരറിയില്ല, തൊട്ടടുത്ത് ബാക്കിൽ പുഴ ഉണ്ട് കേട്ടോ. അവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിരിക്കണത്. ഈ പോയിൻ്റ് അവിടെ ഉണ്ടല്ലോ, നല്ല വൈബാണ്. നമ്മൾ ഈ നൈറ്റ് ആയതിൻ്റെ പേരിൽ പോയൊന്നും എടുത്തില്ല കേട്ടോ വീഡിയോ. ഇവിടെ ഇരുന്നാൽ ഭയങ്കര രസമാണ്. ഞാൻ ഇവിടെ ചിക്കൻ ബിരിയാണി അങ്ങനെ പല ഐറ്റംസും ഉണ്ട്, ഒരുപാട് ഐറ്റംസും ഉണ്ട്. പക്ഷെ ഞാനതിന് പകരം സ്ട്രോബെറി ജ്യൂസ് വാങ്ങിട്ടാ. എനിക്ക് സ്ട്രോബെറിൻ്റെ എന്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്ട്രോബെറി ഐസ്ക്രീം, സ്ട്രോബെറി ജ്യൂസ്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടട്ടാ. നമ്മളെ കൂടെ വന്നവരൊക്കെ പൊറോട്ട, ചിക്കൻ അങ്ങനെ പല ഐറ്റംസ് വാങ്ങിയിരുന്നു. ചിലവർ പൈനാപ്പിൾ ജ്യൂസ് അങ്ങനെ പല ജ്യൂസൊക്കെ ആയിട്ടായിരുന്നു വാങ്ങിയിരുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാൻ റെഡിയായി. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ട